ഈ ഹൈസ്പീഡ് റെയിലിന് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ഉത്തരവ് ഒരാഴ്ചയ്ക്കകം പുറത്തിറങ്ങുമെന്ന് ഇ ശ്രീധരൻ. DMRCക്കാണ് DPRനുള്ള ഉത്തരവ് ലഭിക്കുക. കഴിഞ്ഞ മാസം 16-ന് ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. കേൾക്കാം. ജനുവരി 16-ാം തീയതി കാലത്ത് 10:30 മണിക്ക് അദ്ദേഹം ഇപ്പോൾ വെറും ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാകുള്ളൂ. ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള ഓതറൈസേഷൻ അത് വരും വിത്തിൻ എ വീക്ക് ഓർ 10 days. അത് വന്നിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അതിപ്പോൾ റെയിൽവേ ബോർഡ് അയച്ചു കൊടുക്കണം. അതേ സ്റ്റേജിലും അത് അവർ എക്സാമിൻ ചെയ്തിട്ട് പ്രോജക്റ്റ് സാങ്ഷൻ ആവുള്ളൂ. അതിന് പണം തിരിച്ചൊക്കെ അപ്ലൈ ഉണ്ടാവും. എന്നാണല്ലോ എനിക്കെന്നാ തരിക. DMRC ഇൻ ടേൺ വിൽ ഗിവ് ഇറ്റ് മീ. അതാണ് എനിക്ക് പറഞ്ഞത്. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, ബജറ്റിൽ പ്രഖ്യാപനമില്ലെങ്കിലും ഈ ശ്രീധരന്റെ പ്രതീക്ഷ അത് കെട്ടിട്ടില്ല അല്ലേ? ആ പ്രതീക്ഷ ഇപ്പോഴും ബാക്കിയുണ്ടെന്നാണോ പറയുന്നത്? ഇനിയും അനുമതി ലഭിക്കുമെന്നാണോ പറയുന്നത്? മാത്രമല്ല, ഈ ശ്രീധരൻ ഇന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ബജറ്റിൽ അത് പ്രഖ്യാപിക്കില്ല എന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഈ ബജറ്റിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അതായത് പദ്ധതിയുടെ ഒരു ഉറപ്പ് അത് കേന്ദ്രമന്ത്രി തനിക്ക് നൽകിയിട്ടുണ്ട്. ഈ മാസം 16-ാം തീയതി കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്. പദ്ധതിയുമായി, അതായത് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ കേന്ദ്രമന്ത്രി നേരിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് അത് 4 ദിവസത്തിനകം തന്നെ തൻ്റെ കൈകളിൽ എത്തും എന്നുള്ളതാണ്. അതായത് DMRCക്ക് ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് നൽകുക. അതിനുശേഷം മുഖ്യ ഉപദേഷ്ടാവ് എന്ന നിലയിൽ തൻ്റെ പക്കലേക്ക് അത് വരും. എന്തായാലും നാളെ 9:30 കൂടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഓഫീസ് പൊന്നാനിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പ്രാഥമിക ഘട്ട പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും നാളെ മുതൽ തീരുമാനിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് 15-ാം തീയതി മുതൽ ജനങ്ങളിലേക്ക്, അതായത് സർവേയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഫെബ്രുവരി 15 മുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ പദ്ധതിയുടെ ഗുണം അത് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുക എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ആദ്യഘട്ടമായി തിരഞ്ഞെടുക്കുക മലപ്പുറം ജില്ലയായിരിക്കും. മലപ്പുറം ജില്ലയിലെ ഈ റെയിൽ കടന്നു പോകുന്ന ഭാഗങ്ങളിലെ പ്രാദേശിക തലത്തിൽ നേരിട്ട് ചെന്നെത്തിക്കൊണ്ട് പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ വിളിച്ചുകൊണ്ട് ജനങ്ങളുമായി സംവദിക്കും. ജനങ്ങളുടെ ആശയങ്ങൾ കേൾക്കും, അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും. അതിന് ബദലായിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സമരം പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഈ ശ്രീധരൻ പറഞ്ഞത് വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് പ്രാഥമിക ഘട്ടത്തിലേക്ക് 13 കോടി രൂപയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് കിട്ടുന്ന മുറയ്ക്ക് ആദ്യഘട്ട സർവേയിലേക്ക് അദ്ദേഹം കടക്കും എന്നുള്ളതാണ് പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടത്. എന്തായാലും നാളെ 9:30 കൂടിയിട്ട് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കും. പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സർക്കാർ തലത്തിലൊക്കെ എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടെങ്കിലും അതൊന്നും പദ്ധതിയെ ബാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമേ സർക്കാരിന്റെ ഒരു ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് വരികയുള്ളൂ. അത് പിന്നീടാണ്, അതപ്പോൾ നോക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. റോഷ്നി, ശരി. സോണലാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ശ്രീധരന്റെ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിൽ എന്തായാലും അദ്ദേഹം ഓഫീസ് തുറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റമൊന്നുമില്ല. അത് തുറന്നിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ബജറ്റിൽ അത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടാവില്ല എന്ന് അറിയാമായിരുന്നുവെന്നും ഈ ശ്രീധരൻ പറയുകയുണ്ടായി.